പ്രിയമുള്ളവരെ, ഈ E20 പെട്രോൾ, എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ വലിയ രീതിയിൽ പെട്രോൾ വാഹനം ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ശരിയല്ലേ? പ്രത്യേകിച്ച് 2023 മുമ്പ് പെട്രോൾ വാഹനങ്ങൾ കയ്യിലുള്ളവർ. E20 പെട്രോൾ വന്നതിന് പിന്നാലെ പ്രതിസന്ധിയിലാവുകയാണ് ഇരുചക്ര വാഹന ഉടമകൾ. എഥനോൾ വെള്ളം വലിച്ചെടുക്കുന്നത് മൂലം ഒരേ വാഹനം നിരവധി തവണ കേടാവുന്നു എന്നാണ് പരാതി. എങ്ങനെയാണ് ഇത് ഇരുചക്ര വാഹനങ്ങളെ ബാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ശരത് എസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. E20 പെട്രോൾ വന്നതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ ഇരുചക്ര വാഹന ഉടമകളാണ് കൂടുതലും പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ എത്തനോൾ പെട്ടെന്ന് വെള്ളത്തെ വലിച്ചെടുക്കും എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നത് പെട്രോളും വെള്ളവും ചേർന്ന മിശ്രിതമാണ്. അതായത് ഇതിൻ്റെ താഴെ അടിഭാഗത്ത് നമുക്കൊരു നിറവ്യത്യാസം കാണാൻ വേണ്ടി സാധിക്കും. അത് ഇത്തരത്തിൽ വെള്ളത്തിൻ്റെ അംശമാണ്. അതായത് ഈ പെട്രോൾ ടാങ്കിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു തുള്ളി വെള്ളമോ മറ്റോ എത്തുകയാണെങ്കിൽ അത് ഇത്തരത്തിൽ എത്തനോൾ വലിച്ചെടുക്കുകയും പിന്നീട് പെട്രോളിൻ്റെ അംശം, അതായത് പെട്രോൾ ഭാഗം മുകളിലേക്ക് പോവുകയും വെള്ളം താഴ്ഭാഗത്തേക്ക് വരികയും ചെയ്യുന്നു. സാധാരണഗതിയിൽ നമുക്കൊരു വാഹനം നോക്കുകയാണെങ്കിൽ ഇതാണ് വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്ക്. ഈ പെട്രോൾ മുകളിലേക്ക് വരുന്നതോടുകൂടി തന്നെ ടാങ്കിൻ്റെ താഴ്ഭാഗത്ത് വെള്ളം, ആ ഭാഗമാണ് വരുന്നത്, ആ ഭാഗത്ത് വെള്ളമാണ് വരുന്നത്. അതോടുകൂടി തന്നെ ഈ വാൾവിലേക്കും കാർബറേറ്ററിലേക്കും ഒക്കെ പോകുന്നത് വെള്ളമാകുന്നു. അങ്ങനെ അത് നിരന്തരം വാഹനം കേടുവരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായി മാറുന്നത്. നിരന്തരം വാഹനങ്ങൾ നിരവധി തവണ കേടുപാടുകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് വർക്ക്ഷോപ്പ് ഉടമകളൊക്കെ തന്നെ പരാതി പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വാഹനം തന്നെ നിരവധി തവണ നന്നാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ വരുന്നത്? പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് മഴക്കാലത്താണ് കൂടുതൽ വിഷയങ്ങൾ വരുന്നത്. ഈ എത്തനോൾ പെട്രോൾ കൂടിയതിൻ്റെ ശേഷം നമുക്ക് ഒരുപാട് വണ്ടികൾക്ക് മിസ്സിങ്ങുകളും വണ്ടി സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ പ്രത്യേകിച്ച് വണ്ടികൾ നിർത്തിയിടുന്ന വണ്ടികളാണെങ്കിൽ 2 ആഴ്ചയൊക്കെ നിർത്തിയിടുകയാണെങ്കിൽ വണ്ടിക്ക് കംപ്ലൈൻ്റ് ആണ്. അതായത് പിന്നെ കാർബറേറ്ററിൻ്റെ ഈ അലൂമിനിയം കാർബറേറ്ററാണ് വരുന്നത്. അലൂമിനിയത്തിനോട് ഈ എത്തനോളിൻ്റെ പെട്രോളിൻ്റെ ഇത് വന്നിട്ട് കെമിക്കലായിട്ട് റിയാക്ഷൻ ചെയ്തിട്ട് അത് വെള്ളത്തിൻ്റെ അംശം അതൊരു വൈറ്റ് പൗഡർ പോലെ ആയിട്ട് ഒരു ഇതായിട്ട് ബ്ലോക്കായി പോകും. അതായത് ഒരു കട്ടയായി ഇപ്പോൾ ഇതിലിപ്പോൾ പ്രശ്നമുള്ളത് ഈ വെള്ളം ടാങ്കിലേക്ക് കടക്കുമ്പോഴാണ്. ഇപ്പോൾ ടാങ്കിൽ അങ്ങനെ വെള്ളം കടക്കാനുള്ള സാധ്യത ഇല്ലല്ലോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ടാങ്കിലേക്ക് വെള്ളം കടക്കാൻ സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. പിന്നെ അതല്ല, ഇനി കുറച്ച് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും വെച്ചാൽ ടാങ്ക് ഹോൾസ് ആകുന്ന പ്രശ്നങ്ങൾ വരും. ടാങ്ക് തുരുമ്പ് പിടിക്കും. അതായത് വെള്ളം അടിയിൽ നിൽക്കുകയാണ്. വെള്ളം നിൽക്കുമ്പോൾ മെറ്റലിൻ്റെ ടാങ്കാണ് ബൈക്കുകൾക്കൊക്കെ വരുന്നത്. കാറിനൊക്കെ സംബന്ധിച്ച് ഫൈബറിൻ്റെ ടാങ്കുകളും ഒക്കെയാണ് വരുന്നത്. അത് വലിയ വിഷയങ്ങളുണ്ടാവില്ല. പക്ഷേ പഴയ വണ്ടികൾ ബൈക്കുകളെല്ലാം വരുന്നത് ഒരു 90% മെറ്റലിൻ്റെ ടാങ്കുകളാണ്. എത്തനോൾ പെട്രോൾ ഉപയോഗിക്കുന്നതോടുകൂടി തന്നെ വെള്ളത്തിൻ്റെ അംശം അത് ഇരുചക്ര വാഹനങ്ങളെ പെട്ടെന്ന് കേടാക്കുന്നു. കാർബറേറ്റർ അടക്കം നിരന്തരം മാറ്റേണ്ട രീതിയിലേക്ക് ആ രീതിയിലുള്ള ചെലവ് കൂടി ഇവർക്ക് വരുന്നു എന്നുള്ള പ്രശ്നമാണ്. എന്തായാലും E20 പെട്രോൾ ഈ ഘട്ടത്തിൽ എന്തായാലും ഇവിടെ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ അനുയോജ്യമല്ല എന്നുള്ളതാണ് വാഹന ഉടമകളും ഒപ്പം വർക്ക്ഷോപ്പ് ഉടമകളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഷെൽഖാനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് കോഴിക്കോട്. നിങ്ങൾ 2023 മുമ്പൊക്കെ 2 വീലറൊക്കെ വാങ്ങിയ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ബൈക്ക് ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്താൽ അതൊരു മിസ്സിംഗ് ഒക്കെ തോന്നുന്നുണ്ടോ? E20 പെട്രോൾ